You have already learned about the asexual reproduction in simple organism, but in plants, the term vegetative reproduction is used frequently instead of asexual reproduction. പ്ലാന്റ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന ടേമിന് പകരം യൂസ് ചെയ്യുന്ന ടേമാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ബിക്കോസ് പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത്, അതായത് വെജിറ്റേറ്റീവ് പാർട്സ് പുതിയ ഓഫ് സ്പ്രിംഗ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. In plants, vegetative reproduction takes place through the formation of runner, rhizome, sucker, tuber, offset, bulb, etc. These structures are capable of giving rise to new offsprings. ഈ റണ്ണർ, റൈസോം തുടങ്ങിയ സ്ട്രക്ചേഴ്സ് എല്ലാം പുതിയ ഓഫ്സ്പ്രിംഗ് ഉണ്ടാവാനായിട്ട് ഉള്ള കപ്പാസിറ്റി ഉള്ളവയാണ്. ദെൻ ദീസ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുന്ന ഈ സ്ട്രക്ചേഴ്സിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുന്നു. ദ ഫോർമേഷൻ ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ഡസ് നോട്ട് ഇൻവോൾവ് ടു പാരൻസ്. ഒരു പാരൻ്റ് വഴിയാണ് ഈ സ്ട്രക്ചേഴ്സിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ് ഐസ് ഓഫ് പൊട്ടറ്റോ. സ്മോൾ ബഡ്സ് ആർ ഫോംഡ് ഓൺ ദ പൊട്ടറ്റോ ട്യൂബർ കോൾഡ് ഐസ്. പൊട്ടറ്റോയുടെ പുറത്ത് ഫോം ചെയ്യുന്ന കുറച്ച് ബഡ്സ് ഉണ്ട്. ഈ ബഡ്സിനെയാണ് നമ്മൾ ഐസ് എന്ന് പറയുന്നത്. These eyes are formed into new offspring അല്ലെങ്കിൽ new potato plant. Second one is rhizome of ginger. Ginger is a stem modification. ഇത് ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റെം മോഡിഫിക്കേഷനാണ് ജിഞ്ചർ. ഈ ജിഞ്ചറാണ് നമ്മൾ വീണ്ടും പുതിയൊരു ജിഞ്ചർ പ്ലാന്റ് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ റൈസോം ഓഫ് ജിഞ്ചർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. നെക്സ്റ്റ് വൺ ഇസ് ബൾബിൽ ഓഫ് അഗേവ്. അഗേവ് പ്ലാന്റ് ഇങ്ങനെ ഒരു ലോങ് സ്റ്റെമ്മിൽ, ഈ പിക്ചറിൽ കാണും പോലെ ഒരു ലോങ് സ്റ്റെമ്മിൽ കുറച്ച് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. പ്ലാന്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അഗേവ് പ്ലാന്റിൻ്റെ അതുപോലെ തന്നെയുള്ള കുറച്ച് ചെറിയ സ്ട്രക്ചേഴ്സ് ഈ സ്റ്റെമ്മിൽ, അതിൻ്റെ ലോങ് സ്റ്റെമ്മിൽ ഫോം ചെയ്യിക്കും. ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത പിക്ചറാണ് ഇതിലുള്ളത്. ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ സോയിലിൽ പ്ലാന്റ് ചെയ്യുമ്പോൾ പുതിയ അഗേവ് പ്ലാന്റ് ആയിട്ട് ഇത് ഫോം ചെയ്യും. ദെൻ ബൾബിൽ ഓഫ് അഗേവ്. ദ നെക്സ്റ്റ് വൺ ഇസ് ലീഫ് ബഡ്സ് ഓഫ് ബ്രയോഫിലം. ബ്രയോഫിലം ലീവ്സ് എല്ലാവർക്കും അറിയാവുന്ന, കണ്ടിട്ടുള്ള ഒരു ലീഫാണ്, കോമൺ ആയിട്ടുള്ള ഒരു ലീഫാണ്. ഈ ലീഫിൻ്റെ മാർജിൻസിൽ നിന്ന് പുതിയ ലീഫ് ബഡ്സ് ഫോം ചെയ്യും. ഈ ലീഫ് ബഡ്സ് ബ്രയോഫിലം പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യും. ദെൻ ഓഫ്സെറ്റ് ഓഫ് വാട്ടർ ഹയാസിന്ത്. വാട്ടർ ഹയാസിന്ത് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻവാസീവ് വീഡ് ഫൗണ്ട് ഗ്രോയിങ് ഇൻ സ്റ്റാൻഡിങ് വാട്ടർ. സ്റ്റാൻഡിങ് വാട്ടർ ആയിട്ടുള്ള സച്ച് എസ് സ്പോൺസിലൊക്കെ ഒരുപാട് വൈഡ്ലി സ്പ്രെഡ് ചെയ്യുന്ന, ഷോർട്ട് പീരീഡിൽ തന്നെ വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു water plant ആണ് water hyacinth. It is otherwise known as Eichhornia plant. It is known as terror of Bengal. It drains oxygen from the water which leads to death of fishes. ഷോർട്ട് പീരീഡിൽ തന്നെ ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്ന ഈ വാട്ടർ പ്ലാന്റ് വാട്ടറിലുള്ള ഓക്സിജനെ എല്ലാം ഡ്രെയിൻസ് ഔട്ട് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള ഫിഷസ് ഒക്കെ ഓക്സിജൻ കിട്ടാതെ ഡെഡ് ആകും. It can propagate vegetatively at a phenomenal rate and spread all over the water body in a short period of time. ഇത് ഓഫ്സെറ്റ് വഴിയാണ് ഈ വാട്ടർ ഹയാസിന്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ വാട്ടർ ഹയാസിന്ത് പ്ലാന്റ്. എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്, കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഈ വാട്ടർ ഹയാസിന്ത് വാട്ടർ പ്ലാന്റ്. ദെൻ ദിസ് ഈസ് ദ ഓഫ്സെറ്റ്. ഇതാണ് ഈ വാട്ടർ ഹയാസിന്തിൻ്റെ ഓഫ്സെറ്റ്. വാട്ടർ ഹയാസിന്ത് പ്ലാന്റിൽ നിന്ന് ഇങ്ങനൊരു ഓഫ്സെറ്റ്, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓഫ്സെറ്റ് പോർഷൻ ഫോം ചെയ്തിട്ട് അത് സെപ്പറേറ്റഡായി പുതിയൊരു പ്ലാന്റ് ഫോം ചെയ്യും. ദിസ് ഈസ് ഓഫ്സെറ്റ് ഓഫ് വാട്ടർ ഹയാസിന്ത്. മെരിസ്റ്റമാറ്റിക് റീജിയനിൽ നിന്നാണ് ഈ ഓഫ്സെറ്റ് ഫോം ചെയ്യുന്നത്. ഈ മെരിസ്റ്റമാറ്റിക് റീജിയനിൽ നിന്ന് ഫോം ചെയ്യുന്ന ഈ ഓഫ്സെറ്റ് സെപ്പറേറ്റഡ് ആയിട്ടാണ് പുതിയ പ്ലാന്റ് ഫോം ചെയ്യുന്നത്.
Next topic is sexual reproduction. Sexual reproduction is the formation of new individual following the union of two gametes. It involves the formation of male and female gamete either by different individual of the opposite sex. ഓപ്പോസിറ്റ് സെക്സിലുള്ള രണ്ട് ഇൻഡിവിജ്വൽസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഫെർട്ടിലൈസ് ടുഗെദർ ടു ഫോം സൈഗോട്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് സൈഗോട്ട്. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്താണ് പുതിയ ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്നത്. ദിസ് ഗമീറ്റ്സ് ഫ്യൂസ് ടു ഫോം ദ സൈഗോട്ട് which develops to form the new organism. It results the formation of offsprings that are not identical to the parent. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽസ് ഒരിക്കലും പാരൻറ്റിന് ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ പഠിച്ചു പാരൻസിൻ്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും പുതുതായിട്ട് ഫോം ചെയ്യുന്ന ഓഫ്സ്പ്രിങ്സ്. ദേ ആർ കോൾഡ് ക്ലോൺസ്. ബട്ട് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ദി ഓഫ്സ്പ്രിങ്സ് ദാറ്റ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ ടു ദ പാരൻസ്. This process is called sexual reproduction. Then all organisms have to reach a certain stage of growth and maturity in their life before they can reproduce sexually. That the period of growth is called juvenile phase. Sexual reproduction നടത്തുന്ന ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളിനകത്ത് ഓരോ ഫേസസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ഫേസ് ആണ് ജുവനൈൽ ഫേസ്. അതിൻ്റെ പീരീഡ് ഓഫ് ഗ്രോത്ത് നടക്കുന്ന ഫേസിനെയാണ് ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ എസ് വെജിറ്റേറ്റീവ് ഫേസ് ഇൻ പ്ലാന്റ്സ്. ആനിമൽസിൽ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നതിനെ തന്നെയാണ് പ്ലാന്റ്സിൽ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ദി എൻഡ് ഓഫ് ദിസ് ഫേസ് വിച്ച് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ റീപ്രൊഡക്റ്റീവ് ഫേസ്. ജുവനൈൽ ഫേസ് എപ്പോഴാണോ എൻഡ് ചെയ്യുന്നത് അവിടെ റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ ബിഗിനിങ് ആണ്. റീപ്രൊഡക്റ്റീവ് ഫേസ് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ഇൻഡിവിജ്വലിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാകുള്ളൂ. ഇതിൽ പ്ലാന്റ്സിൽ തന്നെ 3 ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്. ആനുവൽ, ബൈനിയൽ ആൻഡ് പെരനിയൽ. ആനുവൽ മീൻസ് ആ പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിൾ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് സൈക്കിൾ ഒരു വർഷത്തിനുള്ളിൽ, അതായത് അതിൻ്റെ ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ്, അത് ഫ്ലവർ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ സെനസെൻറ്റ് അതായത് അതിൻ്റെ ഡെത്ത്, ഇത് മൂന്നും ഒരു വർഷത്തിനുള്ളിൽ കഴിയുകയാണെങ്കിൽ അതിനെ ആനുവൽ പ്ലാന്റ്സ് എന്ന് പറയും. ഈ ലൈഫ് സൈക്കിളിന് 2 വർഷം എടുക്കുകയാണെങ്കിൽ അത് ബൈനിയൽ പ്ലാന്റ്സ് ആണ്. ദെൻ പെരനിയൽ എന്ന് വെച്ചാൽ ഓരോ സീസൺ കഴിയുന്തോറും അത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് കാണിക്കും. എന്നിട്ട് അത് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ സെനസെൻസ് ഫേസിൽ എത്തുന്നത്. അതിനെ പെരനിയൽ പ്ലാന്റ്സ് എന്ന് പറയും. ദെൻ ആനുവൽ, ബൈനിയൽ ആൻഡ് പെരനിയൽ. The annual and biennial types show clear-cut vegetative, reproductive and senescent phases. ആനുവൽ, ബൈനിയൽ ടൈപ്സ് പ്ലാന്റ്സ് ക്ലിയർ ആയിട്ടുള്ള വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ്, സെൻസെൻസ് ഫേസസ് കാണിക്കും. ബിക്കോസ് അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറവാണ്. ബട്ട് ഇൻ ദ പെരനിയൽ പ്ലാന്റ്സ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ക്ലിയർലി ഡിഫൈൻ ദീസ് ഫേസസ്. പെരനിയൽ പ്ലാന്റ്സിന് അത് ഗ്രോ ചെയ്യും. ദെൻ റീപ്രൊഡക്റ്റീവ് ഫേസസ് കുറച്ച് വർഷങ്ങളേക്ക്, ചിലപ്പോൾ ഒരുപാട് വർഷമാവാം, ഒരു 2-3 കൂടുതൽ വർഷം തൊട്ട് ഒരുപാട് വർഷങ്ങൾ വരെ അതിൻ്റെ ലൈഫ് സൈക്കിൾ തുടർന്നു പോവാം. സോ ബട്ട് ഇൻ പെരനിയൽ പ്ലാന്റ്സ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ക്ലിയർലി ഡിഫൈൻ ദീസ് ഫേസസ്. ബട്ട് ഇൻ സം അതർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് സച്ച് ആസ് ബാംബു, ഫ്ലവറിംഗ് ഓൺലി വൺസ്, അതിൻ്റെ ലൈഫ് സൈക്കിൾ, ബാംബു വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷേ അതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഒരിക്കൽ മാത്രമേ ഫ്ലവറിങ് ചെയ്യുള്ളൂ. ആഫ്റ്റർ ബിറ്റ്വീൻ 50 and 100 years അത് ഗ്രോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു ബാംബു പ്ലാന്റ് ചെയ്ത് ഒരു 50 years കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഫ്ലവർ ചെയ്യുള്ളൂ. 50 yearsനും 100നും ഇടയ്ക്ക്, ബിറ്റ്വീൻ ദീസ് പീരീഡാണ് ഇത് ഫ്ലവർ ചെയ്യുന്നത്. ഫ്ലവറിങ് ഓൺലി വൺസ് ഇൻ ബാംബു പ്ലാന്റ് ആഫ്റ്റർ 50 to 100 years. The next one is Strobilanthes kuntiana. Oh, you all know that. Neelakurinni. It flowers only once in 12 years. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. ഇങ്ങനത്തെ എക്സെപ്റ്റ് കേസസ് ഒക്കെ ഇതിലുണ്ട്. Then next one is in animal heterogametes എന്ന് പറയും.
മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ളത് മെയിലും ഫീമെയിലും മോർഫോളജിക്കലി കാണാൻ ഒരുപോലെ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഹെറ്ററോഗമീറ്റ്സ് എന്നും, കാണാൻ ഒരുപോലുള്ള ഗമീറ്റ്സിനെ ഐസോഗമീറ്റ്സ് ഓർ ഹോമോഗമീറ്റ്സ് എന്ന് പറയും. മെയിൽ ഗമീറ്റ്സ് ആർ കോൾഡ് ആൻഡ്രോസൂവോയിഡ് ഓർ സ്പേം ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ഈസ് കോൾഡ് എഗ് ഓർ ഓവം. മെയിൽ ഗമീറ്റ്സിനെ ആൻഡ്രോസൂവോയിഡ്സ് ഓർ സ്പേം എന്ന് പറയും. ഫീമെയിൽ ഗമീറ്റ്സിനെ എഗ് ഓർ ഓവം എന്ന് പറയും. സോ മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഗമീറ്റ്സ് ഐസോഗമീറ്റ്സ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഹെറ്ററോഗമീറ്റ്സ്. മെയിൽ ഗമീറ്റ്സ് ഇസ് കോൾഡ് ആൻഡ്രോസൂവോയിഡ്സ് ഓർ സ്പേം ആൻഡ് ഫീമെയിൽ ഇസ് കോൾഡ് എഗ് ഓർ ഓവം. ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ് ആണ് ഗമീറ്റോജെനസിസ്. Then these are isogametes and heterogametes. The first one is isogametes of Cladophora. ഇവിടെ രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് മോർഫോളജിക്കലി സിമിലർ ആണ്, ഒരുപോലുള്ള, നമുക്ക് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റില്ല ഏതാണ് മെയിൽ ഫീമെയിൽ എന്ന് ആദ്യം കാണുമ്പോൾ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റാത്ത ഗമീറ്റ്സിനെയാണ് ഐസോഗമീറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തിവിടെ ഫ്യൂക്കസ്, അതായത് ഒരു ഫ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ആൽഗയിലെ ഹെറ്ററോഗമീറ്റ്സ് ആണിത്. ഇതിൻ്റെ ഫീമെയിൽ ഗമീറ്റും മെയിൽ ഗമീറ്റും രണ്ടും മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആണ്. സോ ദിസ് ഈസ് ഹെറ്ററോഗമീറ്റ്സ് ഓഫ് ഫ്യൂക്കസ്. നെക്സ്റ്റ് വൺ ഈസ് ഹെറ്ററോഗമീറ്റ്സ് ഓഫ് ഹോമോസാപ്പിയൻസ്, അതായത് ഹ്യൂമൻ്റെ സ്പേമും ഓവവും ആണിത്. സ്പേം ഈ രൂപത്തിലും ഓവം അല്ലെങ്കിൽ എഗ് ഈ രൂപത്തിലാണ് കാണുന്നത്. സോ ദിസ് ഈസ് ദ ഹെറ്ററോഗമീറ്റ്സ് ഓഫ് ഹോമോസാപ്പിയൻസ്. Then sexuality in organisms. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ബൈസെക്ഷൽ എന്ന് വെച്ചാൽ ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൽ തന്നെ, ഇത് പ്ലാന്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പ്ലാന്റ്സിൽ ഒരു പ്ലാന്റിൽ മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്ലവറിൽ പ്രസൻ്റ് ആണെങ്കിൽ അതിനെ ബൈസെക്ഷൽ പ്ലാന്റ് എന്നോ ബൈസെക്ഷൽ ഫ്ലവർ എന്നോ പറയാം. ചിലപ്പോൾ ഒരു ഫ്ലവറിലായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ഒരുമിച്ചുള്ളത്, അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് ഫ്ലവറിലായിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ടാകും. അതിനെ നമുക്ക് ബൈസെക്ഷൽ പ്ലാന്റ് എന്ന് പറയാം. അടുത്ത് യൂണിസെക്ഷൽ മീൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആണെങ്കിൽ അതിന് യൂണിസെക്ഷൽ എന്ന് പറയും. മെയിലും ഫീമെയിലും ഒരേ ഇൻഡിവിജ്വലിൽ പ്രസൻ്റ് ആണെങ്കിൽ അത് ബൈസെക്ഷൽ, ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അത് യൂണിസെക്ഷൽ. So bisexual condition in lower plants known as homothallic and in higher plants used monoecious. കോമൺ ആയിട്ട് നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ലോവർ പ്ലാന്റ്സ് മീൻസ് സച്ച് എസ് ആൽഗെ, മോസസ്, സെവറൽ ഫഞ്ചൈസ്, ഇതെല്ലാം പറയാം. നമുക്കറിയാം ആൽഗയുടെയൊക്കെ ബോഡിയെ താലസ് എന്നാണ് പറയുന്നത്, നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. സോ അതിനെ ഹോമോതാലിക് എന്ന് പറയും. ബൈസെക്ഷൽ കണ്ടീഷൻ, അതായത് രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒരേ പ്ലാന്റിൽ ഒരു താലസിൽ പ്രസൻ്റ് ആയിരിക്കുന്ന അവസ്ഥ, ആ സിറ്റുവേഷനെയാണ് ഹോമോതാലിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ ഹോമോതാലിക്, ഒരു താലസിൽ രണ്ട് സെക്ഷലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇൻ ഹയർ പ്ലാന്റ്സ് യൂസ്ഡ് മോണോഷ്യസ്. ഒരെണ്ണത്തിൻ്റെ അകത്ത് ഹയർ പ്ലാന്റ്സിൽ പറയുകയാണെങ്കിൽ, അതായത് ബാക്കി എല്ലാ പ്ലാന്റ്സിലും മോണോഷ്യസ് എന്ന് പറയും ഈ കണ്ടീഷനെ. മെയിൽ ആൻഡ് ഫീമെയിൽ പ്രസൻറ്റ് ഇൻ വൺ പ്ലാന്റ്. ദെൻ യൂണിസെക്ഷൽ കണ്ടീഷൻ ഇൻ ലോവർ പ്ലാന്റ്സ് നോൺ എസ് ഹെട്രോതാലിക് ആൻഡ് ഡയോഷ്യസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഹെട്രോതാലിക് ലോവർ പ്ലാന്റ്സിൽ രണ്ട് യൂണിസെക്ഷൽ കണ്ടീഷന് ഹെട്രോതാലിക് എന്നും ഹയർ പ്ലാന്റ്സിൽ ഡയോഷ്യസ് എന്നും പറയും. രണ്ട് ഡിഫറെൻറ്റ് താലയിലായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ദെൻ in flowering plants, the unisexual male flower is staminate, that's bearing stamens, while in female plant is pistillate. Flowering plants യൂണിസെക്ഷൽ നോക്കുകയാണെങ്കിൽ, യൂണിസെക്ഷൽ മീൻസ് രണ്ടും ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ, അതിൽ മെയിൽ ഫ്ലവർ സ്റ്റാമിനേറ്റ് ആയിരിക്കും, അതിൽ സ്റ്റേമൻ ഉണ്ടാകും, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിരിക്കും. In animals, the juvenile phase is followed by morphological and physiological changes prior to active reproductive behavior.
ആനിമൽസിൽ ജുവനൈൽ ഫേസ് കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. വേരിയബിൾ ഡ്യൂറേഷൻ ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസം. ജുവനൈൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫേസസിന് വേരിയബിൾ ഡ്യൂറേഷൻ ആയിരിക്കും ഓരോ ഓർഗാനിസത്തിനും. ഡിഫറെൻറ്റ് ഓർഗാനിസം വേരിയബിൾ ഡ്യൂറേഷൻ ഇസ് പ്രസൻറ്റ്. In non-primate mammals like cows, sheep, rats, deers shows cyclical changes during reproduction are called estrous cycle. റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഉണ്ടാകുന്ന ഒരു സൈക്ലിക്കൽ ചേഞ്ചസിന് പറയുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. ഈസ്ട്രസ് സൈക്കിൾ ഇൻ non-primates mammals. But primates mammals it is called menstrual cycle. We all know that in humans, apes and monkeys. മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഫേസിനിടയ്ക്ക് ഉണ്ടാകുന്ന സൈക്ലിക്കൽ ചേഞ്ചസിനെ പറയുന്നത്. എന്നാൽ നോൺ പ്രൈമേറ്റ്സിൽ അതിനെ ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയും. ദെൻ in animals, seasonal breeders and continuous breeders are present. Seasonal breeders means animal species that successfully mate only during certain times of the year. ഓരോ വർഷത്തിനിടയ്ക്ക് അതിന് സ്യൂട്ടബിളായ ഫേവറബിളായ സീസണിൽ മാത്രം മേറ്റ് ചെയ്യുന്ന ആനിമൽസിനെ സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ഹോഴ്സ്, ഷീപ്പ് എക്സെട്ര ആണ്. പിന്നെ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് മീൻസ് ദേ മീറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. റീപ്രൊഡക്റ്റീവ് ഫേസ് തുടങ്ങിക്കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവായ ആനിമൽസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഹ്യൂമൻ ഏപ്സ്, monkeys, etc. Then events in sexual reproduction. Sexual reproduction is characterized by the fusion of the male and female gametes, the formation of zygote and embryogenesis. Sexual reproduction എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഗാമീറ്റ്സിൻ്റെ ഫീമെയിൽ ഗമീറ്റ്സിൻ്റെ ഫ്യൂഷനാണ്. അതിൽ സൈഗോട്ട് ഫോം ചെയ്യും. പിന്നെ സൈഗോട്ടിൽ നിന്ന് എംബ്രയോയിൽ നിന്ന് പുതിയ ഇൻഡിവിജ്വൽ. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്, ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ആൻഡ് embryogenesis. The sequential event may be grouped into 3 distinct stages, namely pre-fertilization, fertilization and post-fertilization events. സെക്ഷൽ റീപ്രൊഡക്ഷനകത്തുള്ള 3 ഇവൻറ്റ്സ് ആണ് പ്രീ-ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഫെർട്ടിലൈസേഷൻ, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഈ ഫെർട്ടിലൈസേഷന് മുൻപുള്ള പ്രോസസ്സുകളെ പ്രീ ഫെർട്ടിലൈസേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫെർട്ടിലൈസേഷന് ശേഷമുള്ള പ്രോസസ്സിനെ പോസ്റ്റ് ഫെർട്ടിലൈസേഷനിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഇസ് pre-fertilization event. These include all the events of sexual reproduction prior to the fusion of gametes. ഗമീറ്റ്സിൻ്റെ ഫ്യൂഷന് മുൻപുള്ള എല്ലാ പ്രോസസ്സുകളെയും പ്രീ-ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദി 2 മെയിൻ പ്രീ-ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആർ ഗമീറ്റോജെനിസിസ് ആൻഡ് ഗമീറ്റ് ട്രാൻസ്ഫർ. ഗമീറ്റോജെനിസിസും ഗമീറ്റ് ട്രാൻസ്ഫറുമാണ് പ്രീ-ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിനകത്തുള്ള 2 പ്രോസസ്സുകൾ. ഫസ്റ്റ് വൺ ഈസ് ഗമീറ്റോജെനിസിസ്. The process of formation of gametes is called gametogenesis. ഗമീറ്റ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗമീറ്റോജെനിസിസ് എന്ന് പറയുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഗമീറ്റ്സ് ആർ ഹാപ്ലോയിഡ് സെൽസ്, അതായത് n നമ്പർ ഓഫ് സെൽസ്, ക്രോമസോംസേ അതിലുണ്ടാവുള്ളൂ. സോ ഗമീറ്റ്സ് ആർ ഹാപ്ലോയിഡ് സെൽസ്. ഇനി 2 gametes similar in appearance is known as isogametes. ഓരോ ഓർഗാനിസത്തിലും അതിൻ്റെ ഗമീറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദി ഗമീറ്റ്സ് സിമിലർ ഇൻ അപ്പിയറൻസ്, 2 ഗമീറ്റ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് കാണാൻ ഒരുപോലെ ഇരുന്നാൽ, മോർഫോളജിക്കലി ദേ ആർ സിമിലർ ആയിരുന്നാൽ അതിന് ഐസോഗമീറ്റ്സ് എന്ന് പറയും. ഐസോഗമീറ്റ്സിന് അല്ലെങ്കിൽ ഹോമോഗമീറ്റ്സ് എന്ന് പറയും, ഒരുപോലെയുള്ള ഗമീറ്റ്സ്. ഇൻ എ മെജോറിറ്റി ഓഫ് സെക്ഷുവലി reproducing organisms, the gametes produced are of 2 morphologically distinct type. അതിനെ ഹെട്രോഗമീറ്റ്സ് എന്ന് പറയും. മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, മെയിലും ഫീമെയിലും മോർഫോളജിക്കലി കാണാൻ ഒരുപോലെ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഹെട്രോഗമീറ്റ്സ് എന്നും, കാണാൻ ഒരുപോലുള്ള ഗമീറ്റ്സിനെ ഐസോഗമീറ്റ്സ് ഓർ ഹോമോഗമീറ്റ്സ് എന്ന് പറയും. മെയിൽ ഗമീറ്റ്സ് ആർ കോൾഡ് ആൻഡ്രോസൂവോയിഡ് ഓർ സ്പേം ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ഈസ് കോൾഡ് എഗ് ഓർ ഓവം.
മെയിൽ ഗമീറ്റ്സിനെ ആന്ത്രോസുവോയിഡ്സ് ഓർ സ്പേം എന്ന് പറയും. ഫീമെയിൽ ഗമീറ്റ്സിനെ എഗ് ഓർ ഓവം എന്ന് പറയും. സോ മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഗമീറ്റ്സ് ഐസോഗമീറ്റ്സ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഹെട്രോഗമീറ്റ്സ്. മെയിൽ ഗമീറ്റ്സ് ഇസ് കോൾഡ് ആന്ത്രോസുവോയിഡ്സ് ഓർ സ്പേം ആൻഡ് ഫീമെയിൽ ഇസ് കോൾഡ് എഗ് ഓർ ഓവം. ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ് ആണ് ഗമീറ്റോജെനസിസ്. Then these are isogametes and heterogametes. The first one is isogametes of Cladophora. ഇവിടെ രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് മോർഫോളജിക്കലി സിമിലർ ആണ്, ഒരുപോലുള്ള. നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല ഏതാണ് മെയിൽ ഫീമെയിൽ എന്ന് ആദ്യം കാണുമ്പോൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത ഗമീറ്റ്സിനെയാണ് ഐസോഗമീറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തിവിടെ ഫ്യൂക്കസ്, അതായത് ഒരു ഫ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ആൽഗിയിലെ ഹെട്രോഗമീറ്റ്സ് ആണിത്. ഇതിൻ്റെ ഫീമെയിൽ ഗമീറ്റും മെയിൽ ഗമീറ്റും രണ്ടും മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആണ്. സോ ദിസ് ഈസ് ഹെട്രോഗമീറ്റ്സ് ഓഫ് ഫ്യൂക്കസ്. നെക്സ്റ്റ് വൺ ഈസ് ഹെട്രോഗമീറ്റ്സ് ഓഫ് ഹോമോസാപ്പിയൻസ്, അതായത് ഹ്യൂമൻ്റെ സ്പേമും ഓവവും ആണിത്. സ്പേം ഈ രൂപത്തിലും ഓവം അല്ലെങ്കിൽ എഗ് ഈ രൂപത്തിലാണ് കാണുന്നത്. സോ ദിസ് ഈസ് ദ ഹെട്രോഗമീറ്റ്സ് ഓഫ് ഹോമോസാപ്പിയൻസ്. Then sexuality in organisms. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ബൈസെക്ഷൽ എന്ന് വെച്ചാൽ ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൽ തന്നെ, ഇത് പ്ലാന്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഒരു പ്ലാന്റിൽ മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്ലവറിൽ പ്രസൻ്റ് ആണെങ്കിൽ അതിനെ ബൈസെക്ഷൽ പ്ലാന്റ് എന്നോ ബൈസെക്ഷൽ ഫ്ലവർ എന്നോ പറയാം. ചിലപ്പോൾ ഒരു ഫ്ലവറിലായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ഒരുമിച്ചുള്ളത്, അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് ഫ്ലവറിലായിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ടാകും. അതിനെ നമുക്ക് ബൈസെക്ഷൽ പ്ലാന്റ് എന്ന് പറയാം. അടുത്ത് യൂണിസെക്ഷൽ മീൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആണെങ്കിൽ അതിന് യൂണിസെക്ഷൽ എന്ന് പറയും. മെയിലും ഫീമെയിലും ഒരേ ഇൻഡിവിജ്വലിൽ പ്രസൻ്റ് ആണെങ്കിൽ അത് ബൈസെക്ഷൽ, ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അത് യൂണിസെക്ഷൽ. സോ ബൈസെക്ഷൽ കണ്ടീഷൻ ഇൻ ലോവർ പ്ലാന്റ്സ് നോൺ as homothallic ആൻഡ് ഇൻ ഹയർ പ്ലാന്റ്സ് യൂസ്ഡ് മോണോഷ്യസ്. കോമൺ ആയിട്ട് നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ലോവർ പ്ലാന്റ്സ് മീൻസ് സച്ച് എസ് ആൽഗെ, മോസസ്, സെവറൽ ഫഞ്ചൈസ്, ഇതെല്ലാം പറയാം. നമുക്കറിയാം ആൽഗയുടെയൊക്കെ ബോഡിയെ താലസ് എന്നാണ് പറയുന്നത്, നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. സോ അതിനെ ഹോമോതാലിക് എന്ന് പറയും. ബൈസെക്ഷൽ കണ്ടീഷൻ, അതായത് രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒരേ പ്ലാന്റിൽ ഒരു താലസിൽ പ്രസൻ്റ് ആയിരിക്കുന്ന അവസ്ഥ, ആ സിറ്റുവേഷനെയാണ് ഹോമോതാലിക് കണ്ടീഷൻ എന്ന് പറയുന്ന ആ കണ്ടീഷൻ. ഹോമോതാലിക്, ഒരു താലസിൽ രണ്ട് സെക്ഷലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇൻ ഹയർ പ്ലാന്റ്സ് യൂസ്ഡ് മോണോഷ്യസ്. ഒരെണ്ണത്തിൻ്റെ അകത്ത് ഹയർ പ്ലാന്റ്സിൽ പറയുകയാണെങ്കിൽ, അതായത് ബാക്കി എല്ലാ പ്ലാന്റ്സിലും മോണോഷ്യസ് എന്ന് പറയും ഈ കണ്ടീഷനെ. മെയിൽ ആൻഡ് ഫീമെയിൽ പ്രസൻറ്റ് ഇൻ വൺ പ്ലാന്റ്. Then unisexual condition in lower plants known as heterothallic and dioecious in higher plants. Heterothallic lower plants രണ്ട് യൂണിസെക്ഷൽ കണ്ടീഷൻ ഹെട്രോതാലിക് എന്നും ഹയർ പ്ലാന്റ്സിൽ ഡയോഷ്യസ് എന്നും പറയും. രണ്ട് ഡിഫറെൻറ്റ് താലയിലായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. Then in flowering plants the unisexual male flower is staminate, that's bearing stamens, while in female plant is pistillate. ഫ്ലവറിങ് പ്ലാന്റ്സിൽ യൂണിസെക്ഷൽ നോക്കുകയാണെങ്കിൽ, യൂണിസെക്ഷൽ മീൻസ് രണ്ടും ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ, അതിൽ മെയിൽ ഫ്ലവർ സ്റ്റാമിനേറ്റ് ആയിരിക്കും, അതിൽ സ്റ്റേമൻ ഉണ്ടാകും, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിരിക്കും അതിലുണ്ടാവുക. അടുത്ത ഫീമെയിൽ ഫ്ലവർ ഇസ് പിസ്റ്റിലേറ്റ്, അതിൽ പിസ്റ്റിൽസ് ഉണ്ടാവും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായ പിസ്റ്റിൽസ് അതിൽ പ്രസൻ്റ് ആയിരിക്കും. So bisexual, unisexual, homothallic, monoecious, heterothallic, dioecious, staminate and pistillate. Then
next one is, in some flowering plants, both male and female flowers may be present on the same individual. ഇനി ചില പ്ലാന്റ്സിൽ മെയിലും ഫീമെയിൽ ഫ്ലവേഴ്സ് രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ആയിരിക്കും. ഈ ഫ്ലവേഴ്സ് ഒരുമിച്ച് ഒരു പ്ലാന്റിലുണ്ടാവും. അതിനെ മൊണോഷ്യസ് എന്ന് പറയും. സെപ്പറേറ്റ് പ്ലാന്റിലാണെങ്കിൽ അതിന് ഡയോഷ്യസ് എന്ന് പറയും. മൊണോഷ്യസ് പ്ലാന്റിന് എക്സാമ്പിൾ കോക്കനട്ട് ആൻഡ് കുക്കുർബിറ്റസ് ആണ്. ഡയോഷ്യസ് പ്ലാന്റിന് എക്സാമ്പിൾ പപ്പായ ആൻഡ് ഡേറ്റ് പാമാണ്. ദെൻ ബൈസെക്ഷൽ ആനിമൽസ്. ആനിമൽസിലും ഇതേ കണ്ടീഷൻസ് ഉണ്ട്, ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ കണ്ടീഷൻസ്. മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് നമ്മൾ കണ്ടിട്ടുള്ള ഏകദേശം ആനിമൽസും യൂണിസെക്ഷലാണ്. ഹ്യൂമനെയും മങ്കീസിനെയൊക്കെ ഉൾപ്പെടുത്തി നോക്കിയാലും നമ്മൾ കാണുന്നതെല്ലാം യൂണിസെക്ഷലാണ്. എന്നാൽ ബൈസെക്ഷൽ ആനിമൽസും ഇവിടെ പ്രസൻ്റ് ആണ്. അതിന് എക്സാമ്പിളാണ് എർത്ത് വേംസ്, സ്പോഞ്ചസ്, ടർപ്പ് വാം, ലീച്ച്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആനിമൽസ് മാത്രമാണ് ബൈസെക്ഷൽ ആനിമൽസ്. These are called hermaphrodites. Bisexual animals that possess both male and female reproductive organs are called hermaphrodites. Hermaphrodites എന്നാണ് പറയുന്നത് ബൈസെക്ഷൽ ആനിമൽസിനെ. ഇനി യൂണിസെക്ഷൽ ആനിമൽസിന് എക്സാമ്പിളാണ് കോക്രോച്ച്, ഹ്യൂമൻ, ഡോഗ് എക്സെട്ര. അതിലൊക്കെ മെയിലും ഫീമെയിലും പ്രസൻ്റ് ആണ് യൂണിസെക്ഷൽ ആനിമൽസ്. ബട്ട് ഇൻ ബൈസെക്ഷൽ ആനിമൽസ് they possess both male and female reproductive organ in the same individual.